ഇന്ന് ഉത്രാടാണ്. അപ്പോൾ ഉത്രാടത്തിന് ഞങ്ങൾ കണ്ണൂർ പോയി. ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു പാച്ചിൽ തന്നെയാണ് കണ്ണൂർ ടൗണിൽ കണ്ടത്. കണ്ണൂർ ടൗണിൽ അതായത് കാൽടെക്സ് സ്റ്റേഡിയം ആ ഭാഗത്ത്, സ്റ്റേഡിയത്തിൽ മുതൽ കാൽടെക്സ് വരെയുള്ള ഒരു വലത് ഭാഗത്ത് നിറയെ ആൾക്കാരുടെ തിങ്ങിക്കൂടലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ബാഗുകൾ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പാട്ടകൾ, കുടകൾ, അങ്ങനെ പിന്നെ ഇത് മൺചട്ടിയുണ്ട്, അതേപോലെ സ്റ്റീലിൻ്റെ പാത്രമുണ്ട്, പലതരത്തിലുള്ള ഡ്രസ്സുകൾ, ഏറ്റവും കൂടുതൽ ഡ്രസ്സുണ്ട്, ബനിയാനുണ്ട്, പൂ ഏറ്റവും കൂടുതലുള്ളത് പൂവിൻ്റെ കച്ചവടം തന്നെയാണ്. പൂവാണല്ലോ, ഓണത്തിന് പൂവിടണം, പിന്നെ പൂവിടണം, പിന്നെ ഡ്രസ്സ് വാങ്ങണം, അപ്പോൾ ഡ്രസ്സിടണം, അപ്പോൾ ഡ്രസ്സുണ്ട്. പിന്നെ എന്താ പറയുക, വീട്ടിൽ പലഹാരം അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ പലതരത്തിലുള്ള അവരുടെ എന്താ പറയുക പാത്രങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക ക്ലിപ്പ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ആ തായൽ, അതായത് സ്റ്റേഡിയത്തിൻ്റെ തായലുള്ള ആ ഒരു കോംപ്ലക്സിന് തായൽ ദയ മെഡിക്കൽസ്, ജയശ്രീ മെഡിക്കൽസ്, അങ്ങനെയുള്ള കുറേ മെഡിക്കൽസും ഒക്കെയുള്ള ആ ഒരു കോർണറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് മാത്രമാണ് ഇത്രയും തിക്കും തിരയിൽ അവിടെ കാണാം, അല്ലാത്തപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ നിര അങ്ങ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ് താലൂക്കിൻ്റെ അടുത്ത് ഇറങ്ങിയപ്പാടെ പൂ കച്ചവടത്തിൻ്റെ മുമ്പ് തന്നെ ഇറങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം പൂ വാങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പൂവിന് ചെറിയ വിലയാകുമ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഇപ്രാവശ്യം പൂ ഇറങ്ങിയപ്പാടിനെ 30 രൂപയായിരുന്നു. 30 രൂപക്ക് വാങ്ങി. പിന്നെ അങ്ങോട്ടുള്ള പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു മനോവിഷമമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ പൂക്കളെല്ലാം വാങ്ങി. പിന്നെ ബാഗും വാങ്ങി. പിന്നെ ഒരു ടൂർ പോകേണ്ട ഒരു ബാഗൊക്കെ വാങ്ങി. പിന്നെ ഒരു അപ്പൂസൊന്നും ഒരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാഗ് വാങ്ങുന്നതൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ ഇത്താ നോക്കിയാട്ടെ, ഇങ്ങനെ എന്താ പറയുക വിതറിയ പോലെയുള്ള ജനക്കൂട്ടമാണ് ഉള്ളത്. എന്തൊരു ആൾക്കാരാണ് ഉള്ളത്. എല്ലാവരും എല്ലായിടത്തും വില ചോദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും കുറഞ്ഞ ഭാഗത്ത്, അതേപോലെ തന്നെ എന്താ പറയുക മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്ത്, പിന്നെ പഴയ സ്റ്റാൻഡിൻ്റെ പരിസരം മുഴുവനും, പിന്നെ കാൽടെക്സ്, ഈ ഭാഗങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ തിങ്ങിക്കൂടി നിറഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു, തിങ്ങുന്നു. ആ സമയത്ത് തന്നെ നമ്മളവിടെ വേഗം എത്തിയിട്ട് സാധനമൊക്കെ വാങ്ങിയത് കൊണ്ട് വേഗം ബസ് കയറി വന്നു. ആ സമയത്ത് ബസ്സിൽ തിരക്കുമില്ല, ബൈപ്പാസ് വഴിയാണ് വരുന്നത്. പിന്നെ ആൾക്കാർ വന്നു തുടങ്ങുന്നത്ര. അതിനു മുമ്പ് ബ്ലോക്കൊന്നും ഇല്ലാണ്ട് വേഗം തന്നെ വീട് പിടിച്ച്